നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI മലപ്പുറത്ത് ഏകദിന നിരാഹാര സമരം നടത്തി. സമരം SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ തുലച്ചതെന്നും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്നും താജുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ അധ്യക്ഷൻ M. സുനിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സ്നേഹ ഗോകുൽ, ഭാരതസംഘം ജില്ലാ പ്രസിഡന്റ് ഷമീം, SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിനി, രോഹിത് എന്നിവരും സംസാരിച്ചു. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറഞ്ഞ് രാജിവെക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് തുടർച്ചയായി ഈ സമരങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ സമരമായല്ല നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്, അവസാനത്തേതാണെന്ന് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം കരുതുന്നുമില്ല. രാജ്യത്തെമ്പാടും ശക്തമായ യൂണിറ്റുകൾ ഉണ്ട് എന്ന അവകാശവാദം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം അത് കേരളത്തിലാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ എവിടെയൊക്കെയാണോ അവരുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI മത്സരിക്കുന്നത്, അവിടെയെല്ലാം വിജയിച്ചു വരുന്ന വിദ്യാർത്ഥി സംഘടനയായി SFI മാറുന്നത് കേരളത്തിൽ ശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.